ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ഹിന്ദി ഹൃദയഭൂമിയിലെ തിരിച്ചടിക്ക് ശേഷം BJPക്ക് വലിയ ഒരു ആത്മവിശ്വാസക്കുറവ് സംഭവിച്ചിട്ടുണ്ട്. യാഥാർത്ഥ്യമാണ്. എന്നാൽ പോലും ചില നേതാക്കൾ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ പോലും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ തന്നെ BJP മുന്നോട്ട് വരുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് അവർ പ്രവർത്തകർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? തിരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടത്തിലേക്ക് കടന്നുപോയപ്പോൾ തന്നെ വ്യക്തമാകുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് BJPയുടെ പല കോട്ടകൾ പോലും BJPക്ക് നഷ്ടപ്പെടും എന്നുള്ള ചിത്രങ്ങളാണ് പലയിടങ്ങളിൽ നിന്നും കടന്നു വരുന്നത്. അരുൺ ജെയ്റ്റ്ലി പറയുന്നു, ധനമന്ത്രിയായ അരുൺ ജെയ്റ്റ്ലി, BJPയുടെ കരുത്തനായ നേതാവായിട്ടുള്ള അരുൺ ജെയ്റ്റ്ലി പറയുന്നു, ഞങ്ങൾക്ക് വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ, വൻ ഭൂരിപക്ഷത്തിൽ തന്നെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അമിത്ഷയും ഇതേ അവകാശവാദം തന്നെ മുന്നോട്ട് വെക്കുമ്പോൾ BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള രാം മാധവ് ബ്ലൂംബർഗിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, BJPക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളത്. സഖ്യകക്ഷികളുടെ പിന്തുണയില്ല എന്നുണ്ടെങ്കിൽ അധികാരത്തിലെത്താൻ സാധിക്കുകയില്ല എന്നുള്ളത് രാം മാധവ് വ്യക്തമായി പറയുന്നുണ്ട്. അതായത് ചിലപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായി കണ്ടേക്കാം, വ്യക്തമായി അറിഞ്ഞിട്ടുണ്ടാകാം. കാരണം ബാക്കിയുള്ള നേതാക്കന്മാരൊക്കെ പ്രവർത്തകരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ രാം മാധവ് കൃത്യമായി പറയുന്നുണ്ട്, ഞങ്ങൾക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ എല്ലാ ഇടത്തും നോക്കിക്കഴിഞ്ഞാൽ മോദി ഭരണം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വലിയ ഒരു ഉപദ്രവമായിരിക്കുന്ന ഒരു സാഹചര്യത്തെ വിളിച്ചോതുന്നുണ്ട്. തൊഴിലില്ലായ്മ, അതുപോലെ തന്നെ നോട്ടു നിരോധനവുമായി ബന്ധപ്പെട്ട് വന്ന സാമ്പത്തിക തകർച്ചകൾ, അത് മാത്രമല്ല രാജ്യത്ത് വരുന്ന വർഗീയ കലാപങ്ങൾ, പലയിടങ്ങളിൽ പോലും വർഗീയ കലാപങ്ങൾ BJP തന്നെ ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ജനങ്ങൾക്കിടയിൽ വലിയ ഒരു പ്രതീക്ഷ കോൺഗ്രസിനോട് നൽകുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അടിസ്ഥാനപ്പെടുത്തി പറയാനുള്ളത്. മറ്റൊരു കാര്യം, കടന്നു വന്ന സർവേകളൊക്കെ വ്യക്തമാക്കുന്നത്, അതായത് യഥാർത്ഥ സർവേകളൊക്കെ വ്യക്തമാക്കുന്നത് ഒരു UPA തരംഗത്തിന് അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് തരംഗം എന്നുള്ളതാണ്. എന്നാൽ ചില പെയ്ഡ് സർവേകൾ, BJP അനുകൂല ചാനലുകൾ പുറത്തുവിട്ട പെയ്ഡ് സർവേകൾ മാത്രമായിരുന്നു BJPക്ക് അനുകൂലമായിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പോലും അവർക്ക് പോലും കേവല ഭൂരിപക്ഷം പറയാൻ പോലും മടിച്ചിരുന്ന ഒരു സാഹചര്യത്തെ നമ്മൾ കണ്ടതാണ്. എന്നാൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, രാം മാധവ് വളരെ വ്യക്തമായി ഇപ്പോൾ കാര്യങ്ങൾ സംസാരിച്ച് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് BJP ഒരു ആത്മവിശ്വാസ കുറവിലാണ് എന്നുള്ളതാണ്. അതായത് ഞങ്ങൾക്ക് അധികാരം ലഭിക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ പിന്തുണ ആവശ്യമായി വരുന്ന ഒരു സാഹചര്യത്തിലാണ് BJP ഉള്ളത് എന്നുള്ളതാണ് രാം മാധവ് പറയുന്നത്. രാം മാധവ് മറ്റു ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് വടക്കൻ മേഖലയിലൊക്കെ ഞങ്ങൾക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ പോലും, എന്നാൽ പോലും ഞങ്ങൾ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുകയില്ല എന്നുള്ളതാണ് രാം മാധവ് വ്യക്തമാക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഈ ഒരു അഭിമുഖത്തിന്റെ യഥാർത്ഥ ചിത്രം എന്ന് പറയുന്നത് BJP ആകെ ഒരു പരിഭ്രാന്തിലാണ് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.